പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും, സംശയപ്പെടും. പാർട്ടി പറഞ്ഞില്ലേ അദ്ദേഹം മത്സരിക്കില്ല, അതല്ലേ അദ്ദേഹം പറഞ്ഞു. പറയുമെന്നാണ് വിശ്വാസം. അല്ല, അത് പാർട്ടി പറയുമ്പോഴും അദ്ദേഹം മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. അത് തീരുമാനമായിട്ടില്ല. അതെന്താണെന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നില്ലേ. ചർച്ചയിലുള്ള വിഷയം തന്നെയാണോ എംപിമാർ മത്സരിക്കുന്നത്? അല്ല, എംപിമാർ മത്സരിക്കുമോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന വിഷയം. എത്ര എംപിമാർ മത്സരിക്കണമെന്ന് താല്പര്യപ്പെട്ടു പറഞ്ഞു? എത്ര വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്നാലും കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനമല്ല, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തോട് നിരവധിയാണ് കണ്ണൂരിലെ ആളുകൾ ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞത് എങ്ങനെയാണ് പാർട്ടി നേതൃത്വം എനിക്ക് മത്സരിക്കാൻ താല്പര്യം പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം കൂടിയാണ് പറയുന്നത്. ഒരു കാര്യം വെച്ചാൽ സുധാകരൻ എവിടെ മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ പാർലമെന്റ് ആണെങ്കിലും അസംബ്ലിയാണ്. അത് വേണോ വേണ്ട എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയാൻ കാരണം? ആരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എംപിമാരുടെ കാര്യത്തിൽ തീരുമാനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയായി തീരുമാനിക്കാൻ പറ്റും, നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അവരോട് നമുക്ക് തർക്കമൊന്നുമില്ല. ഞങ്ങൾ അവരോട് ഒരു പ്രശ്നമില്ല, അവരോടൊന്നും ഒരു തർക്കം ഞങ്ങൾ. കോൺഗ്രസുമായിട്ട് ഒരു തർക്കമില്ല, പക്ഷെ വി ഡി സതീശനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് NSS പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു സമുദായ സംഘടനകളുമായിട്ടും ഒരു തർക്കവുമില്ല, എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം, അങ്ങനെ പോയിട്ടു.